ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫ്ലുവൻസി ചലഞ്ച്. ഫ്ലുവൻസി ചലഞ്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്ലുവൻസി ചലഞ്ച് കുറച്ച് ദിവസമായിട്ട് ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ ടിപ്സ് ഒക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും. ഫ്ലുവൻ്റ് ആയിട്ട് കുറച്ചൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ വളരെ സിമ്പിളായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് പറയാം എന്നുള്ളതാണ്. കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് പറയേണ്ടി വരില്ലേ? ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു, അവർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയപ്പോഴേക്ക് ബസ് പോയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരുമല്ലോ. ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന മഹൽ വ്യക്തിത്വം ആരാണ്? ഹാഡ് എന്നുള്ളതാണ്. ഹാഡ്, ഹാവിന്റെയും ഹാസിന്റെയും പാസ്റ്റ് ഫോമാണ് ഹാഡ് എന്നുള്ളത്. അപ്പൊ ഈ ഹാഡ് സബ്ജക്റ്റിൽ വെച്ചു കൊടുത്താൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള അർത്ഥം നമുക്ക് കിട്ടും. നോക്കിക്കോളൂ, നമ്മളൊരു സബ്ജക്റ്റിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ സബ്ജക്റ്റിന് ശേഷം ആര് വരും? സബ്ജക്ട് പ്ലസ് ഹാഡ് വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയം, ഹാഡ് വരുന്ന സമയത്തൊക്കെ എന്തേ വരുള്ളൂ? V3. വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ് ഹാഡിന്റെ കൂടെ വരിക. ഹാവിന്റെയും ഹാസിന്റെയും കൂടെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ ഹാഡിന്റെ കൂടെയും വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ് വരിക. വേർബിന്റെ 3 ഫോംസ് നിങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കണം കേട്ടോ, നിർബന്ധമാണ്. എന്നാലും നമ്മളെ ഫ്ലുവൻസി റെഡി ആയിട്ട് വരുള്ളൂ. അപ്പൊ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3, ഇതാണ് ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വരാനുള്ള സ്ട്രക്ചർ. അപ്പൊ ഇനി നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെ പറയാം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാന് ഹാവ് ഓർ ഹാസ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഹാസ് ആണ്, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാവും അല്ലെ? ഈ ഹാവിന്റെയും ഹാസിന്റെയും പാസ്റ്റ് ഫോം ആണ് ഹാഡ് എന്ന് പറയുന്നത്. ഉണ്ടായിരുന്നത് ചെയ്തിട്ടുണ്ട് എന്നാണ്, ഹാഡ് ആകുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നായി. അതാണ് ഒരു മാറ്റം. ഹാഡ് വരുന്നത് ഹാവിന്റെയും ഹാസിന്റെയും പാസ്റ്റ് ഫോമിലാണ് കേട്ടോ. അപ്പൊ ഹാവ് ഓർ ഹാസ് എന്നുള്ളത് ഹാഡ് ആയിട്ട് മാറുന്നു. ഹാഡ് ആയിട്ട് മാറുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള അർത്ഥം കിട്ടുന്നു. ഹാഡിന്റെ കൂടെ സെന്റൻസിൽ എപ്പോഴും V3 ഫോമേ വരുള്ളൂ, വേർബിന്റെ മൂന്നാമത്തെ ഫോം മാത്രമേ വരുള്ളൂ എന്നുള്ളതുകൂടി മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നു. നോവൽ, ഏത് നോവലാട്ടെ, ഞാൻ ആ നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ഒരാളോട് പറയണം. എങ്ങനെ പറയാ? ഓക്കെ, സിമ്പിൾ ആയിരിക്കും അല്ലേ? ഐ ഹാഡ് റീഡ് ദാറ്റ് നോവൽ. ഞാൻ, സബ്ജക്റ്റിന് ശേഷം ഹാഡ് വരുന്നു, ദെൻ വേർബിന്റെ മൂന്നാമത്തെ ഫോം വരുന്നു, ഒബ്ജക്റ്റ് വരുന്നു. ഐ ഹാഡ് റെഡ് ദാറ്റ് നോവൽ. ഞാൻ ആ നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്ത് നോക്കിക്കോളൂ. അവൾ ഇന്നലത്തെ ക്ലാസ്സിൽ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയാ? അവൾ എന്നുള്ളതിന് ഷീ എന്നാ നമുക്കറിയാം അല്ലെ? ആ ഉണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് ഹാഡ് ചേർക്കണം, പിന്നെ സിംഗിന്റെ മൂന്നാമത്തെ ഫോം ചേർക്കണം. അതാണ് നമ്മളോട് പഠിക്കേണ്ടി വരും അല്ലെ? സിംഗിന്റെ 3 ഫോം എല്ലാവർക്കും അറിയാലോ അല്ലെ? സിംഗ്, സാങ്, സങ് ആണ്. അപ്പൊ ഷീ ഹാഡ് സങ് ഇൻ യെസ്റ്റർഡേസ് ക്ലാസ്. അവൾ ഇന്നലത്തെ ക്ലാസ്സിൽ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു എന്നാണ്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ കേട്ടോ. സാധാരണ നമ്മൾ ഈ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സത്യത്തില് 2 കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നിട്ടുണ്ടാവും. അവിടെയാണ് നമ്മൾ കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴേക്ക് ബസ് പോയിട്ടുണ്ടായിരുന്നു, ഞാൻ എയർപോർട്ടിൽ എത്തിയപ്പോഴേക്ക് ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡോക്ടർ വന്നപ്പോഴേക്ക് രോഗി മരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ 2 കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നത് പറയുമ്പോഴും ആ കൂട്ടത്തിൽ ഏതാണോ ആദ്യം നടന്നത് അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാഡ് വെച്ചിട്ടാണ് സെന്റൻസ് പറയാം. 2 പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ പറയാണ്. അപ്പൊ പറയുന്ന സമയത്ത് ഏതാണോ ആദ്യം നടന്നത് അത് നമ്മൾ ഇതുപോലെ ഹാഡ് വെച്ചിട്ട് പറയും. മറ്റേ നമ്മൾ പറഞ്ഞതുപോലെ, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ സിമ്പിൾ പാസ്റ്റിൽ, അതായത് വേർബിന്റെ 2ാമത്തെ ഫോം വെച്ചിട്ടും പറയും. നമ്മോട് നോക്കിക്കോളും. അവർ എയർപോർട്ടിൽ എത്തിയപ്പോഴേക്കും വിമാനം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2 കാര്യം നടന്നു അവിടെ അല്ലെ? അവർ എയർപോർട്ടിലേക്ക് എത്തുക എന്നുള്ളൊരു കാര്യം നടന്നു, പിന്നെ വിമാനം പോവുക എന്നുള്ള കാര്യവും നടന്നു. ഇതിൽ ആദ്യം നടന്നത് ഏതാണ്? വിമാനം പോവുക എന്നുള്ളതാണ്. അപ്പൊ ആ സംഭവം നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ട് പറയണം? ഹാഡ് ഉപയോഗിച്ചിട്ട് പറയണം എന്നുള്ളതാണ്. ദ ഫ്ലൈറ്റ് ഹാഡ് ഗോൺ. സിമ്പിൾ ആയിട്ടാണ് കേട്ടോ. ദ ഫ്ലൈറ്റ് ഹാഡ് ഗോൺ, പോയിട്ടുണ്ടായിരുന്നു. അതാണ് ആദ്യം നടന്നത്. ബിഫോർ അല്ലെ? ബിഫോർ ദേ റീച്ച്ഡ് എയർപോർട്ട്. അവർ എയർപോർട്ട് എത്തിയപ്പോഴേക്ക്, അപ്പൊ റീച്ച്ഡ് കണ്ടില്ലേ? V2 ഉപയോഗിച്ചിട്ട് നമ്മൾ പറഞ്ഞു ബിഫോർ, അല്ലെങ്കിൽ ബൈ ദ ടൈം എന്ന് വെച്ചിട്ടും നമുക്ക് ആ സെന്റൻസ് പറയാം. ഓക്കെ, അപ്പൊ അവര് എയർപോർട്ടിൽ എത്തിയപ്പോഴേക്ക് വിമാനം പോയിട്ടുണ്ടായിരുന്നു. 2 കാര്യം പാസ്റ്റിൽ നടന്നു. അപ്പൊ ആ 2ൽ ഏതാണോ ആദ്യം നടന്നത് അത് പറയാനും നമ്മൾ ഈ ഹാഡ് ഉപയോഗിച്ചിട്ടാണ് പറയാം കേട്ടോ. നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ. സിമ്പിൾ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം.
അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം, എപ്പോഴും രണ്ട് ഇവന്റ്സ് പാസ്റ്റിൽ നടന്നതായിട്ട് പറയുമ്പം അതിലൊന്നിനെ പറ്റി പറയാൻ നമ്മൾ ഈ ചെയ്തിട്ടുണ്ടായിരുന്നു അർത്ഥത്തില് ഹാഡ് ഉപയോഗിക്കണം. ആ കൂട്ടത്തിൽ ആദ്യം നടന്ന കാര്യം പറയാൻ എന്നുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നോക്കിക്കോളൂ. ഞാൻ എണീറ്റപ്പോഴേക്കും അവർ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ ചായ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഞാൻ എണീറ്റപ്പോഴേക്കും അവർ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് കാര്യം ഇവിടെ നടന്നു അല്ലെ. അപ്പൊ ചെയ്തിട്ടുണ്ട്, കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യം നടക്കുന്നത്. അപ്പൊ ഹാഡ് ഉപയോഗിച്ചിട്ട് പറയാം. ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനെ ഹാഡ് ഉപയോഗിച്ച് പറയാം എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ എങ്ങനെ പറയാം? ദേ ഹാഡ് ദെയർ ബ്രേക്ക്ഫാസ്റ്റ്. ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നുള്ള അർത്ഥത്തിനാണ് കേട്ടോ. ദേ ഹാഡ് ദെയർ ബ്രേക്ക്ഫാസ്റ്റ്. അവർ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ബിഫോർ ഐ വോക്കപ്പ്. ഞാൻ എണീക്കുന്നതിന് മുമ്പ്. അപ്പൊ ഈ വോക്കപ്പ് എന്നുള്ളത് അതിന്റെ കൂടെ പഠിച്ചു എന്ന് മാത്രം. നമ്മുടെ സ്ട്രക്ചർ എന്താണ്? ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനെ ഹാഡ് ഉപയോഗിക്കാൻ. ദേ ഹാഡ് ദെയർ ബ്രേക്ക്ഫാസ്റ്റ്. അവരവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ വന്നപ്പോഴേക്കും രോഗി മരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. രോഗി മരിക്കുക എന്നുള്ളതാണ് ആദ്യം സംഭവിച്ചത്. അതുകൊണ്ടാണ് അത് മരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ദ പേഷ്യന്റ് ഹാഡ് ഡൈഡ്. ദ പേഷ്യന്റ് ഹാഡ് ഡൈഡ്. ഹാഡും മൂന്നാമത്തെ ഫോം. മരിച്ചിട്ടുണ്ടായിരുന്നു ബിഫോർ ദ അറൈവൽ ഓഫ് ദ ഡോക്ടർ. ഡോക്ടർ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ്. രണ്ട് രൂപത്തിലും നമുക്കത് പറയാം. ഓക്കെ, മൂന്നാമത്തത്, ഞാൻ എത്തിയപ്പോഴേക്കും ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓടിക്കതച്ച് ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴേക്കും ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് എന്താണ് പറയുക? സ്റ്റാർട്ടാണ്. സ്റ്റാർട്ടിന്റെ മൂന്നാമത്തെ ഫോം സ്റ്റാർട്ടഡ് ആണ്. പിന്നെ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിന് ഹാഡ് വെച്ചു കൊടുത്താല് നമുക്കത് സിമ്പിൾ ആയിട്ട് പറയാം. ദ ക്ലാസ് ഹാഡ് സ്റ്റാർട്ടഡ്. കണ്ടില്ലേ? ദ ക്ലാസ് ഹാഡ് സ്റ്റാർട്ടഡ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഫോർ ഐ റീച്ച്ഡ്. ഞാൻ എത്തിയപ്പോഴേക്കും. അപ്പൊ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ, സെന്റൻസിലെ സബ്ജക്റ്റിന് ശേഷം ഹാഡ് വെച്ചു കൊടുക്കുന്നു. അതിനുശേഷം വേർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിച്ചിട്ട് പറയുന്നു. ഇങ്ങനെ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള അർത്ഥം കിട്ടും. രാഷ്ട്രപതി സമ്മതം നൽകുന്നതിന് മുമ്പ് യുദ്ധം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ. യുദ്ധം നടക്കണമെങ്കിൽ രാഷ്ട്രപതിയുടെ പെർമിഷൻ കിട്ടണം. അപ്പൊ അതിന്റെ മുമ്പേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ. എങ്ങനെ പറയാ? ദ വാർ ഹാഡ് സ്റ്റാർട്ടഡ്. ദ വാർ ഹാഡ് സ്റ്റാർട്ടഡ്. മോള് പറഞ്ഞ അതേ സ്ട്രക്ചർ കേട്ടോ. ദ വാർ ഹാഡ് സ്റ്റാർട്ടഡ്. വാർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബിഫോർ ദ പെർമിഷൻ ഓഫ് ദ പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ പെർമിഷന് മുമ്പ്. ഹാഡ് സ്റ്റാർട്ടഡ്, തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിച്ചപ്പോഴേക്കും അവർ പോയിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ.